കള്ളപ്പണക്കേസിൽ നിർണായക നീക്കങ്ങളുമായി ഇഡി. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ചോദ്യം ചെയ്യുന്നു. ഇന്ന് 5ാം തവണയാണ് MM വർഗീസിനെ ഇഡി ചോദ്യം ചെയ്യുന്നത്. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ PK ഷാജനും ഇന്ന് ഹാജരായി. മുൻ MP PK ബിജുവിനെ ഇന്നലെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. തിങ്കളാഴ്ച വീണ്ടും ഹാജരാകാൻ സമൻസ് ഉണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്കിലെ CPM അക്കൗണ്ടുകളിൽ അന്വേഷണം ഊർജിതമാക്കിയാണ് പാർട്ടി തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ തുടർച്ചയായി ചോദ്യം ചെയ്യുന്നത്. ഇതിനു മുമ്പ് 5 തവണ വർഗീസിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. കോടികളുടെ ക്രമക്കേടുകൾ നടന്ന CPM നിയന്ത്രണത്തിലുള്ള കരുവന്നൂർ ബാങ്കിൽ പാർട്ടിക്ക് 5 രഹസ്യ അക്കൗണ്ടുകൾ ഉള്ളതായും 72 ലക്ഷത്തിന്റെ നിക്ഷേപമുള്ളതായും ഇഡി കണ്ടെത്തിയിരുന്നു. കരുവന്നൂരിൽ രഹസ്യ അക്കൗണ്ടുകളില്ലെന്നും പറയാനുള്ളതെല്ലാം ഇഡിയോട് പറയുമെന്നും ചോദ്യം ചെയ്യലിലെത്തിയ MM വർഗീസ് പറഞ്ഞു. നമുക്ക് ഒരു അക്കൗണ്ട് മറച്ചു വയ്ക്കാനില്ല. പറയാനുള്ളത് എനിക്ക് പറയാനുള്ളതൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്. അവരെന്താ ചോദിക്കണമെന്ന് വെച്ചാൽ അതിന് ഉത്തരം പറയും. നിക്ഷേപങ്ങളെക്കുറിച്ച് ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലുകളിലും MM വർഗീസ് വ്യക്തമായ മറുപടി നൽകിയിരുന്നില്ല. ഏരിയ ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റികൾ പ്രാദേശികമായി തുറക്കുന്ന അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ജില്ലാ നേതൃത്വത്തെ അറിയിക്കാറില്ലെന്ന ഒഴുക്കൻ മറുപടിയാണ് നൽകിയിരുന്നത്. ബാങ്ക് തട്ടിപ്പിൽ ചില ഭരണസമിതി അംഗങ്ങളെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പാർട്ടി അന്വേഷണ സമിതി റിപ്പോർട്ടും ഇഡി ആവശ്യപ്പെട്ടിട്ടും ജില്ലാ സെക്രട്ടറി നൽകിയിരുന്നില്ല. തുടർന്നാണ് ബുധനാഴ്ച ഹാജരാകാൻ വീണ്ടും സമൻസ് നൽകിയത്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കുകൾ ചൂണ്ടിക്കാട്ടി ഈ മാസം 26 വരെ ഹാജരാകാൻ കഴിയില്ലെന്ന് അറിയിച്ചെങ്കിലും ആവശ്യം തള്ളിയാണ് ഇഡി വീണ്ടും വർഗീസിനെ വിളിച്ചു വരുത്തിയത്. പാർട്ടി അന്വേഷണ സമിതി അംഗവും തൃശൂർ കോർപ്പറേഷൻ കൗൺസിലറുമാണ് സമൻസ് ലഭിച്ച ഹാജരായ PK ഷാജൻ. ഇന്നലെ ചോദ്യം ചെയ്ത് വിട്ടയച്ച മുൻ MPയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ PK ബിജുവിനോട് തിങ്കളാഴ്ച വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്കിലെയും മറ്റ് സഹകരണ ബാങ്കുകളിലെയും CPMന്റെ രഹസ്യ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് നേതാക്കളുടെ ചോദ്യം ചെയ്യൽ എന്നതുകൊണ്ട് തന്നെ കൃത്യമായി അറിയാവുന്ന മറുപടികൾ മറച്ചു വെച്ചുകൊണ്ട് നേതൃത്വത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സുപ്രധാനമായ ചില നീക്കങ്ങളിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയും ചെയ്യുന്നത്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.